ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഈ ചാനലിൽ കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാമിംഗ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ആ വീഡിയോസൊക്കെ ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും കാടക്കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാടക്കൃഷി ഒന്നുകൂടെ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും കയറി കാണാവുന്നതാണ്. നിങ്ങൾക്കത് ഉപകാരപ്പെടും. നമ്മൾ കുറച്ച് നാൾക്ക് ശേഷമാണ് വീഡിയോസ് ഇടുന്നത്. നമ്മുടെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു 5000 കാടയ്ക്കുള്ളൊരു ഷെഡ് നമ്മൾ പണിതിട്ടുണ്ട്. നമ്മൾ ലോ കോസ്റ്റിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു, നമ്മളൊരു 400-നാണ് ആദ്യം തുടങ്ങിയത്. പിന്നീട് അത് 1000 പിന്നീട് 1400 അതിൽ നിന്നൊരു 2000 ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് മുട്ടയുടെ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു 5000 കാടയുടെ ഒരു ഷെഡ് പണിയാനായിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ആ പണി ഏകദേശം ഷെഡിൻ്റെ പണികളൊക്കെ തീർന്നു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ഉള്ളൂ, ഇതിൻ്റെ ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഷെഡ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു റൂം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ആ സ്പേസിൽ ഒരു 1400 കാടകളെ ഇടാവുന്നൊരു ഷെഡ് നമ്മൾ പണിതിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഷെഡ് പണിതപ്പോൾ നമുക്ക് നല്ലതുപോലെ കോസ്റ്റ് വന്നിട്ടുണ്ട്. കാരണം ഷീറ്റടിച്ച് സൈഡിലൊക്കെ ഇരുമ്പ് നെറ്റ് ഇട്ടതിന് ശേഷമാണ് നമ്മളത് പണിതത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ലോ കോസ്റ്റിൽ നമ്മൾ ഇപ്പോൾ ഒരു ഷെഡ് പണിതേക്കുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മളിവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ തറ ലെവലല്ലായിരുന്നു. അപ്പോൾ നമ്മളത് JCB കൊണ്ടിട്ട് ഈ തറ ലെവൽ ചെയ്ത്, അതിനുശേഷം നമ്മൾ കോൺക്രീറ്റ് തൂണുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം കുറച്ച് നാൾ അത് നിൽക്കാൻ കുഴപ്പമില്ലാന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ആദ്യം നമ്മൾ അടക്കയുടെ മരമാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ പോകും എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ കോൺക്രീറ്റ് തൂണാക്കിയിരിക്കുന്നത്. ഏകദേശം 12 അടി, സെൻറ്ററിൽ 12 അടി നീളവും പിന്നെ സൈഡിൽ 10 അടിയിലുമാണ് നമ്മൾ വച്ചേക്കുന്നത്. കാരണം ഒരു സ്ലോപ്പ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കോൺക്രീറ്റ് തൂണ് നാട്ടി, അതിനുശേഷം ഈ സൈഡിലുള്ള കമുകിൻ്റെ, അതായത് അടയ്ക്കാമരത്തിൻ്റെ കോലുകളാണ് നമ്മൾ വച്ചേക്കുന്നത് സൈഡിൽ. പിന്നെ സെൻറ്ററിലും ക്രോസ് ഇട്ട് കൊടുത്തേക്കുന്നത് അടയ്ക്കാമരത്തിൻ്റെ തന്നെയാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പുറത്ത് ഓല ഇട്ടിട്ടുണ്ട്. അത് എന്തിനെന്ന് വെച്ചാൽ, ഒന്നാമത് കാടക്കോഴികൾക്ക് ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഓല ഇടുമ്പോൾ നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ പുറമേ ചൂടുണ്ടെങ്കിലും ഉള്ളിൽ നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓല ഇട്ടേക്കുന്നത്. പക്ഷേ ഓല മാത്രം ഇട്ടാൽ പോരാ, കാരണം മഴ പെയ്താൽ വെള്ളം ഒലിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 200 GSM-ൻ്റെ ഷീറ്റാണിത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഒരു 4 വർഷത്തോളം ഈ ഷീറ്റ് നന്നായിട്ട് കിടന്നോളും. ചിലപ്പോൾ അതിൽ കൂടുതലും കിടന്നോളും. അപ്പോൾ മഴ പെയ്താൽ നമുക്ക് ചോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷീറ്റ് ഇട്ടേക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ തറയിൽ ഒരു നൈസായിട്ടുള്ളൊരു കോൺക്രീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ചെളിയൊക്കെ ആവും. അല്ലെങ്കിൽ മണ്ണിൻ്റെ തറയാണെങ്കിൽ നമുക്ക് ഈ കാഷ്ടത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അത് ചെളിയാവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു നൈസ് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഈ സൈഡ് 2 വരി ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഹോളോ ബ്രിക്സ് കെട്ടിക്കണമെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ജന്തുക്കളെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം അത് ഫലവത്താവുമെന്നറിയില്ല. പിന്നീട് നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഈ സൈഡിൽ കോഴി വല വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇരുമ്പിൻ്റെ നെറ്റാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ടിരുന്നത്. പക്ഷേ അതിന് കോസ്റ്റ് കുറച്ച് വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്തേക്കുന്നത് ഈ കോഴി വലയാണ്. ഇനി യാദൃശ്ചിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ, അതായത് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളൊക്കെ കയറുവാനായിട്ട് ശ്രമിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ഈ കോഴി വല മാറ്റിയിട്ട് മറ്റ് കട്ടിയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ലോ കോസ്റ്റിൽ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞ കൂടെന്ന് പറഞ്ഞാൽ തട്ടുള്ള കാടക്കൂടാണല്ലോ. അപ്പോൾ പിന്നെ അധികം മൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജന്തുക്കളിൽ നിന്ന് ആക്രമണം പെട്ടെന്നുണ്ടാകാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ കോഴിവല ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട്, അതായത് വളരെ ലോ കോസ്റ്റിലാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഡോറിൻ്റെ ഇടാനുണ്ട്, അത് അടുത്ത ദിവസങ്ങളിൽ ഇടും. അതിനുശേഷം നമുക്ക് ഇപ്പോൾ 2000 കാടകളുടെ കൂട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ ആഴ്ച അവസാനമായിട്ട് ആ കൂടുകളൊക്കെ എത്തും. അതിനുശേഷം അടുത്ത ആഴ്ചയിൽ കോഴികളെ നമ്മൾ വരുത്തുന്നതാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി
കണ്ടിന്യൂസ് ഉള്ള അപ്ഡേഷൻസ് വീഡിയോ ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. കൂടിന് എത്ര രൂപ ചിലവായെന്നുള്ളത് വരും വീഡിയോസിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് എത്ര രൂപ ചിലവായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരും വീഡിയോസിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, എല്ലാവിധ സപ്പോർട്ടുകളും അറിയിക്കുക. താങ്ക്